നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് മുത്തശ്ശി മുത്തശ്ശന്റെ അരിയിലേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശിയുടെ മനസ്സിലാകെപ്പാടെ ഒരു സംഘർഷമായിരുന്നു. കാരണം ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആരും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പൊ അനാമികയാണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് ഇറങ്ങിപ്പോയേക്കുക. എന്തേലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിനുള്ള മറുപടി ഉണ്ട് പറയാനായിട്ട്. അതൊക്കെ ഓർത്തിട്ട് മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നു. മുത്തശ്ശനോട് പറഞ്ഞു, അതെ, എനിക്കിപ്പോ ഇവിടുത്തെ ഈ കുടുംബത്തിന് പോക്കണ്ട അത്ര നന്നായിട്ട് തോന്നില്ലെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും മുത്തശ്ശൻ ചോദിച്ചു, അതെന്താ വസന്തരെ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ എനിക്ക് അനിയുടെ അനാമികയുടെ കാര്യത്തിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. സംശയങ്ങളോ? അതെ, ഇത്രയും നാളെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഇതുവരെയായിട്ടും അവര് ഒന്നിച്ച് പുറത്തു പോകുന്നോ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുന്നോ ഇരിക്കുന്നോ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഇപ്പോഴല്ലോ കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് അങ്ങനെയല്ലേന്ന് ചോദിക്കണം. അത് ശരി തന്നെയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെയാണെങ്കിലും അനാമിക മോള് പുറത്തേക്ക് പോയി. ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഓരോ കുത്തുമുള്ളും വെച്ചുള്ള വാക്കുകളൊക്കെയാ പറയണത്. എന്നെ ഇവിടെ ആർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലോ, അല്ലെങ്കിൽ എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ. ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ പോലും എന്നെ പുറത്തു കൊണ്ടുപോകാനോ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനോ അവന് സമയമില്ലല്ലോ. അതുപോലുള്ള കാര്യങ്ങളൊക്കെ അനാമിക പറയണേന്ന് പറയണേ. ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, അല്ല, അവള് പറയുന്നതിലും കാര്യമില്ലേ, ശരിയായിട്ടുള്ള കാര്യമില്ലേന്ന് ചോദിക്കും. മുത്തശ്ശി പറഞ്ഞു, പക്ഷെ ഈ പറയുന്ന അനാമിക അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജലജയായിട്ടാ കൂട്ട്. ജലജയുടെ സ്വഭാവം അറിയാലോ. വിഷം കുത്തി നിറയ്ക്കാനായിട്ട് അവളെ കഴിഞ്ഞിട്ടുള്ളെന്ന് പറയണം. പിന്നെ ദേവയാനിക്ക് ഇപ്പൊ അനാമികനെ കണ്ണെടുത്താൽ കാണത്തില്ല. എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ എന്താണെങ്കിലും ദേവയാനി എങ്ങനെയും ചെയ്യത്തില്ല. തീയില്ലാതെ പുകയില്ല ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞോണക്ക് ഒരു കാര്യം എന്തേലും കാണും. നമ്മളിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, എനിക്കും തോന്നിയിട്ടുണ്ട് ഈ കുടുംബത്തിന്റെ താളം തെറ്റാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അനിയെ വിളിച്ചൊന്ന് ഉപദേശിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാണെങ്കിലോ അമ്പിനും വില്ലിനും അടുക്കത്തില്ല എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അവൻ പറയുമ്പോ അവന്റേതായ ന്യായങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരെയും വിളിച്ചിരുത്തി വേണം സംസാരിക്കാനായിട്ട്. മുത്തശ്ശൻ പറഞ്ഞു, വിളിച്ചിരുത്തി സംസാരിക്കാനെന്ന് പറഞ്ഞാൽ പഴയതുപോലെ നമുക്കും വല്ല വിലയും തരുന്നുണ്ടോ? മുമ്പായിരുന്നു അവിടെ നിൽക്കടാന്ന് പറഞ്ഞാൽ നിൽക്കും. ഇപ്പൊ നീ പോടാന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ല എല്ലാരും കാണിക്കണമെന്ന് ചോദിക്കാം. വയസ്സും പ്രായമൊക്കെ ആയി ഇങ്ങനെയാ വസന്തരെ. കാരണം വരാന്ന് കളഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലൊരു മൂലയ്ക്ക് ഒതുങ്ങി കൂടണം. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഉൾവലിഞ്ഞ് നിൽക്കാൻ പറ്റുമോ? നമ്മുടെ കാലശേഷം വരെയെങ്കിലും ഈ കുടുംബം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണ്ടേ. എല്ലാരും തല്ലിപ്പരിയാനായിട്ട് ഇടവരില്ലെന്ന് പറയണം. അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണല്ലോ അബി അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് പോലും എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ. കാരണം നവ്യ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാണ്. നയനിക്കും എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ടല്ലേ പാവ ആദർശാണെങ്കിലും ശരി എല്ലാവരും ഒന്നിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് അത്രയും വലിയൊരു ത്യാഗം ഇപ്പോഴും ഏറ്റെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നേ. മുത്തശ്ശി പറഞ്ഞു, ശരിയാ, ആദർശിനെ പോലെ നല്ല മനസ്സുള്ളവരെ ഇന്നത്തെ കാലത്ത് കുറവാന്ന് പറയണ. ശരിക്കും പറഞ്ഞാല് ദേ മുത്തശ്ശന്റെ അതേ പകർപ്പ് തന്നെ ആദർശം എന്ന് പറയണ. അവന്റെ മുത്തശ്ശനെ കണ്ടല്ലേ അവൻ വളർന്നിരിക്കുന്നേ. അതുകൊണ്ടാ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നേ. ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ആ സ്വഭാവം ഒന്നും ഈ പറയുന്നേ അബിക്ക് കിട്ടിയിട്ടില്ല. നേരെ എതിര് സ്വഭാവമല്ലേ. അല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കോ? ഒരു പ്രശ്നങ്ങളും മാറിക്കഴിയുമ്പം ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പം അനിയുടെ അനാമികയുടെയും കാര്യം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാത്ത. മുത്തശ്ശി പറഞ്ഞു, അവള് പുറത്തു പോയിട്ടുണ്ട്, എങ്ങോട്ട് ഏതാണെന്നൊന്നും അറിയത്തില്ല. ചോദിക്കാൻ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് നല്ല വാക്കുകൾ പറഞ്ഞിട്ട് ഇറങ്ങി പോണേന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്തേലും ചെയ്യണം, ഉടനടി ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയണം. ആ സമയം ജലജ ജാനകിയുടെ അടുത്തേക്ക് വന്നു. ജാനകിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദേ അനാമിക മോള് പുറത്തേക്ക് പോകുന്ന കണ്ടല്ലോ എന്ന് പറയണം. ജാനകി പറഞ്ഞു, പാവം പോട്ടെ, ഞാൻ അവളോട് ചോദിച്ചു, പോരാത്തൻ അമ്മയും ചോദിച്ചു, പക്ഷേങ്കില് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അവൾക്ക് ഇവിടെ ഇരിക്കുന്ന ഇഷ്ടമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും പോയെന്ന് പറയണം. പിന്നെ ജാനകി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മോനെ നീ പറഞ്ഞ് നേരെയാക്കിയില്ലെങ്കിൽ അവസാനം അവന്റെ ജീവിതം തകർന്നു പോകും. ആ നന്ദു എന്ന് പറയുന്നവൾ ഇങ്ങോട്ടേക്ക് കയറി വരും, അറിയാലോ. അവൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പാല് വിട്ട് കൊടുത്തോണ്ടിരിക്കുക നയനെന്ന് പറയുന്നവള്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായി പിന്നെ അനാമിക ഈ വീട് വിട്ടു പോകേണ്ട വരും. നിന്റെ കഷ്ടകാലം തുടങ്ങുമെന്ന് പറയണം. ജാനകി പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും നടക്കില്ല ജലജയ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. അവൻ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ജലജ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്തെ കുട്ടികളാ, നമുക്ക് പുല്ല് വിലയെ തരത്തുള്ളൂ. അവളെ വിളിച്ചോണ്ട് അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം. അങ്ങനെ എന്തേലും പോയിട്ടുണ്ടെ പിന്നെ അവൻ ഈ പടിക്കകത്ത് കാലുകുത്തില്ല എന്ന് പറയണം. ഈ ജാനകി ആരാന്ന് അവന് ശരിക്കും അറിയത്തില്ല. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, അതെ, അങ്ങനെ ഒരു ആപത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ തടയിടുന്നല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയുടെ മനസ്സിലേക്ക് അങ്ങോട്ട് എരിവരി കയറ്റി കൊടുക്കണം. ഇത് കേട്ടപ്പോൾ ജാനകിക്കും തോന്നി, ശരിയാണ്,
ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അനിയെ വിളിച്ച് കാര്യമായിട്ട് ഉപദേശിക്കണം. അല്ലെങ്കിൽ അവളെ പോയി കാണണം. ആ നന്ദു എന്ന് പറയുന്നവളെ, അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ജാനകി മനസ്സ് വിചാരിക്കുവാണ്. ആ സമയത്ത് അനാമിക എന്ത് ചെയ്യണം, നേരെ പോന്നെ തന്റെ കാമുകനെ കാണാനായിട്ടാണ്. ആദ്യം കാമുകനെ കാണുന്നേ. അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കാണണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവനെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് അവൻ ചോദിച്ചു എങ്ങനെയായി വീട്ടിലെ കാര്യങ്ങളൊക്കെ. ഈ അനാമിക വിചാരിച്ചാലാണോ നടക്കാൻ ബുദ്ധിമുട്ട്. അധികം വൈകാതെ തന്നെ ഞാനും അനിയും തമ്മിൽ ഡിവോഴ്സ് ആവുമെന്ന് പറയണ. അല്ല, ഡിവോഴ്സ് ആയി കഴിഞ്ഞാലോ? ഡിവോഴ്സ് ആയി കഴിഞ്ഞ പിന്നെ നമുക്ക് തമ്മിൽ ഒന്നിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അതുവരെ അവിടെ പിടിച്ചിരിക്കണം. എന്റെ കയ്യിലെ തെറ്റെന്ന് അവർക്ക് ആർക്കും തോന്നരുത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നേ. ഒരു കാരണവശാലും ആ വീട്ടിലുള്ള ആർക്ക് സംശയം തോന്നരുത്. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അവൻ ചോദിച്ചു, അല്ല അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. എന്താ അങ്ങനെ പറഞ്ഞെന്നോ? എന്റെ മേലെ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായി പിന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള എന്തെങ്കിലും കിട്ടുമോന്ന് ചോദിക്കുക. ഒന്നും കിട്ടത്തില്ലല്ലോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ട വരും. ആദ്യം നമ്മുടെ ജീവിതം വലിയ കുഴപ്പമില്ലായിരിക്കും. ഇപ്പൊ നിന്റെ കയ്യിൽ ഈ പറയുന്ന പൈസയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നീ ഒരു വെറും മെഡിക്കൽ റെപ്പ് മാത്രമാ. പിന്നെ നമ്മൾ ജീവിതം തുടങ്ങിയപ്പം ആദ്യം കുറച്ചാൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയാലും പിന്നെ പിന്നെ പൈസയുടെ ഷോർട്ടേജ് ഒക്കെ വരും. അങ്ങനെ വരുന്ന സമയത്ത് തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവിടുന്ന് വാങ്ങാവുന്നത്ര വാങ്ങിക്കൊണ്ട് വേണം പോരാനിട്ട്. പിന്നെ അടിച്ചു മാറ്റാൻ പറ്റുന്നത്ര സ്വർണം അടിച്ചു മാറ്റണം. ഇപ്പൊ അതിനുള്ള നല്ലൊരു മാർഗം കിട്ടിയിട്ടുണ്ട് എന്റെ അമ്മായിമ്മ. കാരണം എന്താണെന്നറിയാവോ? എന്റെ അമ്മായിമ്മയ്ക്ക് ഇപ്പൊ എന്നെ ഭയങ്കര കാര്യമാണ്. അനിയൻ നന്ദുവിനെ വെച്ച് ഞാൻ ഒരു കളി കളിക്കുന്നുണ്ട്. ആ കളി ഞാൻ എന്താണെങ്കിലും എന്റെ അമ്മായിമ്മയുടെ കയ്യിലുള്ള കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫിൻ പറഞ്ഞു, കാമുകൻ പറഞ്ഞു, അതെ കാര്യമൊക്കെ കാര്യം തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, പിടിക്കപ്പെടല്ലെന്ന് പറയണം. എവിടെ നിന്ന് പിടിക്കപ്പെടാനായിട്ട്? പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല സ്റ്റെഫിനെ. ധൈര്യമായിട്ടിരിക്കുക. ഞാൻ അല്ല പറയുന്നേ, ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. പക്ഷെ അതിനു മുമ്പ് തന്നെ കിട്ടാനുള്ളതല്ലേ എനിക്ക് മേടിച്ചെടുക്കണം. അതിനുവേണ്ടിയുള്ള കളികളാണ് ഞാനിപ്പോ കളിച്ചോണ്ടിരിക്കണം എന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ ഞാനിന്ന് വീട്ടിലേക്ക് അല്ലട്ടെ, അച്ഛനും അമ്മേനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക എന്ത് ചെയ്യാണ്, അനാമിക വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് നയന ആദർശിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ആദർശിന്റെ അരി ചെന്നിട്ട് പറഞ്ഞു, ആദർശേട്ടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അനിയെ കണ്ടെന്ന് ഉപദേശിക്കണം. നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അനിയോട് വേണം കാര്യങ്ങളൊക്കെ പറയാനെന്ന് പറയണം. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് ശരി തന്നെയാ. അവനോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ തലക്കിലേക്ക് കയറുവോ? ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ എന്ത് പറയാനാ, കൊച്ചിന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് എനിക്ക് തന്നെ സങ്കടം വരുമെന്ന് പറയണം. നയന പറഞ്ഞു, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് അനിയുടെ അടുത്ത് നിന്ന് സംസാരിക്കണ സമയത്ത് നയന ചോദിച്ചു, നീ എന്ത് പരിപാടിയാടാ നീ കാണിച്ചെന്ന് ചോദിക്കാം. എന്താ എടുത്തെന്ന് ചോദിക്കാം. അപ്പൊ നിനക്കൊന്നും അറിയത്തില്ലല്ലേ? എടാ നിന്നെ കാണാതെ എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുക എന്നുള്ള കാര്യം നിനക്ക് അറിയാമായിരുന്നല്ലോ. എന്നിട്ടോ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോ നീ എന്തിനാടാ അങ്ങനെയൊക്കെ ചെയ്തേ, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തേന്ന് ചോദിക്കാം. അത് പിന്നെ പെട്ടെന്നുള്ള ആ ഒരു ഇതില് ചെയ്തായിടത്തേന്ന് പറയണം. അതെ അനി അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ലാന്ന് നിനക്കറിയാലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നീ ഇപ്പൊ എന്തൊക്കെ കിടന്ന് മസിൽ പിടിച്ചാലും നന്ദുവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചാലും നന്ദുവും കൂടെ വിചാരിക്കണമെന്ന് പറയണേ. പിന്നെ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന് ചോദിക്കണം. നന്ദു വിചാരിക്കാതെ നിനക്ക് എന്താണെങ്കിലും ഒരിക്കലും അവളെ സ്വന്തമാക്കാൻ പറ്റില്ല. അവൾക്ക് എന്താണെങ്കിലും നിന്റെ കൂടെ ഇറങ്ങി വരാനോ നിന്നെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. കാരണം നീ ഒരു ഭർത്താവാണ്, അനാമയുടെ ഭർത്താവാണ്. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് എന്താണെങ്കിലും അവള് നിന്റെ ഒപ്പം വരാൻ പോകുന്നൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, നയനടുത്ത് എന്ത് വെള്ളം പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അനാമിക എന്റെ ജീവിതത്തിൽ നിന്ന് പോയാലും എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവില്ല. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും. ഞാൻ അന്നൊന്നും അവളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എന്നെ മാറ്റി വിടാമെന്ന് നോക്കിയാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോളാം, എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേങ്കിൽ എനിക്ക് വേറൊരു ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. അത് മാത്രമല്ല അനാമയോടൊപ്പം എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. അവളും ഞാനും ഒരുമിച്ച് പോകത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇനി ഈ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയണം. പിന്നെ നന്ദുവിന്റെ കാര്യം, നന്ദുവിന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവള് പുറമെ എങ്ങനെ കാണിച്ചാലും അവൾ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ ഏട്ടത്തേക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അയാള് ഉള്ളയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അത് മതി. ഇപ്പൊ സ്നേഹിക്കുന്നവരെല്ലാരും ഒന്നാവണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് പ്രണയിക്കാലോ, അത് മതി എന്ന് പറയാം. അത് കേട്ടിപ്പോ നയനയ്ക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? കാരണം അവന്റെ മുന്നിൽ അവൾ ആകെപ്പാടെ ചെറുതായി പോകുന്ന പോലെ തോന്നി നയനയ്ക്ക്. കാരണം അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം അവൻ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് വേണം കരുതാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവർ തമ്മിൽ ഒരു കാരണവശാലും ഒന്നിക്കാൻ പാടില്ല എന്നൊരു ചിന്തയായിരുന്നു നയനയുടെ മനസ്സിലുണ്ടായിരുന്നേ. ആ സമയത്ത് അനാമിക വേണുവിന്റെ രവതിയും കാണാൻ ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേണു ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങൾ അവിടെ? ഇന്ന് ഞാൻ അവനിട്ട് നാളെണ്ണം കൊടുത്തിട്ടാ പോന്നേന്ന് പറയണ. ബെൽറ്റ് വെച്ച് നാളെണ്ണം കൂടെ കൊടുത്തെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവതി പറഞ്ഞു, മോളെ അതൊക്കെ അപകടം അറിയാലോ. അവിടുത്തെ ആ കിളവനും കിളവി അറിഞ്ഞാൽ തീർന്ന് പറയണ. ആര് പറയാനിട്ട്? പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഏതാന്ന് ചോദിക്കുമ്പോ ഞാൻ അങ്ങോട്ട് കാര്യം പറയും. പിന്നെ അവർക്ക് ഉത്തരം മുട്ടൂലേ?
അവളെയും കെട്ടിപ്പിടിച്ചോളം നിപ്പ് കണ്ടാ എനിക്ക് സഹിക്ക വയ്യാതെ ചെയ്തെന്ന് പറയും. പിന്നെ ആ വല്യമ്മയെന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവർ വന്ന് കണ്ടായിരുന്നു, അവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നൊക്കെ പറയണം. മോളെ സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാനായിട്ട്, അറിയാലോ. ഇനിയിപ്പം അവിടുന്ന് നീ പോരണ്ട വന്നാലും കിട്ടാവുന്നൊക്കെ മേടിച്ചോണ്ട് വേണം പോരാനായിട്ട്. അതിനു മുമ്പ് നീ ചാടിപ്പോരാൻ ഇടവരില്ല എന്ന് പറയണം. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. പിന്നെ ഒരു കാര്യം നീ നോക്കണം, നീയാണ് പാലിനകത്ത് വിഷം കലർത്തിയെന്നുള്ള കാര്യം ഒരു കാരണവശാലും അവരറിയാൻ പാടില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമ പറഞ്ഞു, അത് പിന്നെ അമ്മേ, അതെന്താ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെങ്ങാനും ആ വീട്ടിലുള്ള ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ഇപ്പം ഈ പറയുന്ന വേറെ ആർക്കും അറിയത്തില്ലോ, നായനെ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കരുതെന്ന് പറയണം. അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും കള്ള വന്ന് വിചാരിക്കണം. നിന്റെ അമ്മായിമ്മയോട് എളുപ്പം പറഞ്ഞു കൊടുത്തെന്നിരിക്കും. നിന്റെ അമ്മായിമ്മ പോലും അതിനെ എതിർക്കണമെന്ന് പറയണം. അങ്ങനെ അവരുടെ മനസ്സിനെ മാറ്റിക്കൊണ്ട് വരണമെന്ന് പറയാ. അത് കേട്ടപ്പോ അനാബി പറഞ്ഞു, അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്റെ അമ്മായിമ്മ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. അവർക്ക് പിന്നെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവർക്ക് എന്നെ അന്ധമായ വിശ്വാസമാണ്. അതുകൊണ്ടല്ലേ ആഭരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് തന്നു തുടങ്ങിയെന്ന് പറയാം. അതൊരു നല്ല കാര്യം തന്നെയാ. കിട്ടാവുന്നതെല്ലാം മേടിച്ചെടുത്തോളം പറയണം. അങ്ങനെ കുറെ സമയം അവിടെ സംസാരിച്ചിട്ടാണ് അനാമിക പോരുന്നത്. ഈ സമയത്ത് നന്ദുവിന്റെ മനസ്സിൽ ആകെപ്പാടൊരു സംഘർഷമായിരുന്നു. പാവനി താൻ അവനെ വിഷമിപ്പിക്കുന്നുണ്ടോ? തന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് കിടക്കുവാണ് അവന്. എന്തു വന്നാലും തന്നെ മാത്രം വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ പിന്നാലെ തന്നെ കൂടിയിരിക്കുക. തന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ മുന്നിൽ തനി വെച്ച് തനിക്ക് പ്രകടിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. എന്ത് ചെയ്യണം? അവൻ വിളിച്ച കോൾ എടുക്കാനും പറ്റുന്നില്ല. വല്ലാത്തൊരു ചക്രവ്യൂഹത്തിൽപ്പെട്ടൊരു അവസ്ഥയായിപ്പോയി നന്ദുവിന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.